ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ശനിയാഴ്ച ആകുമ്പോൾ പറയാറുണ്ട് എൻ്റെ പട്ടാളങ്ങളുടെ ബഹളവും കാര്യങ്ങളും ഉള്ള ദിവസമാണ്. പക്ഷേ ഇന്ന് എന്താ പറയുക, വളരെ ശാന്തമായിട്ട് ഇങ്ങനൊരു വീടുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാവില്ല. അത്ര വളരെ സൈലൻ്റായിട്ട് പോയ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ രാവിലെ പതിവ് പടി നോക്കിയപ്പോൾ നമ്മുടെ എന്തിട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്ന ഡിമ്പിൾ കടുക് വളരെ ഭംഗിയിൽ മുളച്ചിട്ടുണ്ട്. അതുപോലെ ഉലുവയും മുളച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പഴയതായതുകൊണ്ടാവും അതിന് മുളയ്ക്കാനൊരിത്തിരി പ്രശ്നം. ഇതുവരെ മുളച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി ഇതുപോലെ എനിക്ക് തോന്നുന്നു കമൻറ്റ് സെക്ഷനിലാണെന്ന് തോന്നുന്നത് എവിടെയോ കണ്ടു പഴയതായതുകൊണ്ട് മുളച്ചിട്ടില്ല എന്നുള്ളത്. അല്ല, നമ്മുടെ മീനു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത് മുളയ്ക്കാഞ്ഞ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ വെക്കേഷൻ ആയല്ലോ, ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴൊക്കെയല്ലേ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മോനെ ചെയിനും കൈമലത്തെയും കാലുമലത്തെയും ഒക്കെ ഇടിയിക്കുകയാണ് കേട്ടോ. തോമൂനെ അത് ഇന്നലെ ഇടിയിച്ചിട്ടാണ്. ഈ കുട്ടികൾക്ക് ഇപ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഡോണൊക്കെ 1ാം ക്ലാസ് വരെ ഒക്കെ ഇട്ടിട്ടുണ്ട്. വളയിട്ട കുട്ടി എന്നാണ് പറയുക. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാലം മാറി, ഒന്നും ഇടിയിക്കില്ല. പക്ഷെ നമ്മളുടെ കാണാനുള്ളൊരു കൊതിക്ക് നമ്മളിപ്പോഴും നമ്മളുടെ കുട്ടികളെ അതൊക്കെ ഇടിയിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊക്കെ നിറച്ചല്ല, അത്യാവശ്യം കാലിന്മേയും കയ്യുമ്മേയും ഒക്കെ ഇട്ടിട്ട് കാണാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് പേപ്പറും കാര്യങ്ങളും. അപ്പോൾ ഇന്നും ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാള് ഭയങ്കര എന്താ പറയുക, നല്ല രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ലുലുവിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഡോണും പിള്ളേരും പോയി എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പോവാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു സൺഡേ നാളെ ഏതെങ്കിലും ഒരു സമയത്തൊന്ന് പോവാം, വലിയ തിക്ക് തിരക്കില്ലാതെ. നാളെയൊക്കെ എന്നിപ്പോൾ ഭയങ്കര തിരക്കാട്ട്, ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കായി മണ്ണൂത്തി തൊട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, രാവിലത്തെ പരിപാടികൾ ഞാനിന്ന് മറ്റേ പെസറട്ട്, അതായത് മറ്റേ ചെറുപയർ ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ചാക്കോച്ചനെയും തോമൂനെയും വീഡിയോ കോൾ ചെയ്തതാട്ടോ. അപ്പോൾ തോമു എന്താ പറയുക, സങ്കടം കൊണ്ട് തിരിഞ്ഞു നിന്നു. ചാക്കോച്ചൻ സംസാരിച്ചു കണ്ടു. തോമു പിണങ്ങിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. പിന്നെ ചാക്കോച്ചൻ എന്താ പറയുക, ആദ്യമൊക്കെ ചിരിച്ചെങ്കിലും പിന്നെ അവന് അപ്പനെ കണ്ടപ്പോൾ ഒരു സങ്കടം. അപ്പോൾ പാച്ചു ഇത് തന്നെ അവസരം എന്ന് വെച്ചിട്ട് അപ്പയുടെ ഡോണങ്ങളുടെ മേത്ത് പറ്റി പിടിച്ചിരിക്കുക കേട്ടോ. അവന് ഡോണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മേത്ത് കയറില്ല, ആരും ഇല്ലെങ്കിൽ അവൻ ആ സ്ഥാനം കയറി പിടിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഡോണിന് സ്വതവേ പണ്ട് തൊട്ട് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ തോമൂനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിഷമമില്ല കേട്ടോ. അപ്പയുടെ മടിയിൽ ആരിരുന്നാലും, പ്രത്യേകിച്ച് പാച്ചു ഇരുന്നാലൊന്നും ഒരു വിഷമമില്ല. പക്ഷെ ചാക്കോച്ചനും പാച്ചും നേരെ വിപരീത. ചാക്കോച്ചനും വല്ലവരും ഇരിക്കണേണ്ട കരയും. പാച്ചു അതേപോലെ തന്നെയാണ്. അപ്പാപ്പനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ എടുക്കണേണ്ട അവന് അത് ഇഷ്ടമല്ല. അങ്ങനെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും, അപ്പം ഡിവൈൻ സ്വതവേ പറയും ചാക്കോച്ചൻ നമ്മുടെ പാച്ചുവിൻ്റെ അതേപോലെയാണ് എന്ന് പറയും. അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് കുറേ സമയം ഡോണിൻ്റെ കൂടിയാണ് ഇന്ന് രാവിലെ. എനിക്ക് തോന്നുന്നു നേരത്തോടെ എണീറ്റിട്ടുണ്ട് കേട്ടോ പാച്ചു. ആ എണീറ്റപ്പോൾ തൊട്ട് ഡോൺ ഇറങ്ങി പോകുന്നത് വരെ അവൻ്റെ കൂടെ മടിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. അപ്പോൾ അതുപോലെ ഡിമ്പിളും മാറി നിന്ന് വീഡിയോ കോൾ കാണാൻ കേട്ടോ, കേൾക്കാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കുകയാണ് ചെയ്യുക. അത് ഡിമ്പിൾ പോയാലും ഡിവൈൻ പോയാലും അങ്ങനെ തന്നെയാണ് ശീലം കേട്ടോ. അല്ലാണ്ട് ഒറ്റയ്ക്ക് വിളിക്കുന്നൊരു പണിയില്ല. പ്രത്യേകിച്ച് എൻ്റെ വശത്ത് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളെയും വിളിക്കാറില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫോൺ വെറുതെയാണ് എൻ്റെ കയ്യിൽ. ഞാനൊരാളെ അങ്ങനെ വിളിക്കാൻ മെനക്കെടാറില്ല കേട്ടോ. ഇങ്ങോട്ട് കോൾ വന്നാൽ തന്നെ കണ്ടാൽ എടുക്കും എന്നല്ലാണ്ട് എനിക്കങ്ങനെ ഫോണിനോട് വലിയ ക്രേസില്ല. പിന്നെ മെസ്സേജുകൾ കണ്ട എപ്പോഴും ഞാൻ എടുക്കും. പിന്നെ അതെൻ്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് എടുക്കാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ ചെറുപയർ അരച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറുപയറും വളരെ കുറച്ച് അരി, അതായത് ഒരു 10 സ്പൂൺ ചെറുപയറുണ്ടെങ്കിൽ 2 സ്പൂൺ അരി എന്നുള്ള രീതിയിൽ പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അത് രണ്ടും ഒരു രാത്രി മുഴുവൻ ഇട്ടു ഞാൻ. കാരണം ഇന്നലെ പകലിട്ടത് നമ്മൾ രാത്രി കറിക്ക് എടുത്തല്ലോ. അപ്പോൾ ഇത് രാത്രി മുഴുവൻ ഇട്ടു. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, വളരെ കുറച്ചിട്ടാ ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉലുവയുടെ പൊടി, പിന്നെ എന്തിട്ടിട്ട് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. അതൊക്കെ ഇട്ട് വെണ്ണ പോലെ അടിച്ചിട്ട് ഉണ്ടാക്കിയ ദോശയാണിത് കേട്ടോ. നല്ല ദോശയായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് മറ്റേ ദോശ.
അപ്പോൾ ചെറുപയർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും ഞാൻ അവസാനിപ്പിച്ചു. നോയമ്പിൻ്റെ തുടക്കത്തിൽ നമ്മളൊക്കെ സ്റ്റോക്ക് എടുത്തതാണല്ലോ. പരിപ്പ്, പയർ, കടല, മുതിര, അപ്പം എല്ലാം കഴിഞ്ഞു. ഇനി ചെറുപയർ മാത്രമുണ്ട് ബാക്കി. പിന്നെ ഉഴുന്നുണ്ട്. ഉഴുന്ന് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ മറ്റേ ഇവിടെ നിന്ന് വാങ്ങിക്കണം, ഓൺലൈനിൽ നിന്ന് മറ്റേ ദോശമാവ് വാങ്ങിക്കണ കാരണം ഉഴുന്നിനും പച്ചരിക്കും വലിയ ചിലവില്ലാണ്ടിരിക്കുക. അപ്പോൾ ഉഴുന്ന് പഴകും തോറും ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഗുണം പോകുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കുറച്ചെടുത്തിട്ട് മറ്റേ ഉണ്ടാക്കിയ ഉഴുന്നുവട ഉണ്ടാക്കി. അതുപോലെ തന്നെ ചെറുപയർ എടുത്തിട്ട് ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കി. അപ്പോൾ ഇനി ചെറുപയറും ഉഴുന്നും മാത്രം ബാക്കിയുള്ളൂ കേട്ടോ. വേറെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സോയയുണ്ട്. സോയ പിന്നെ അങ്ങനെ എന്താ പറയുക, പഴയതാവുന്ന ഇങ്ങനെയുള്ള സംഭവമല്ലല്ലോ. അതേ ഇറച്ചി മീനുള്ള സമയത്ത് അതിലെടുത്ത് കൂട്ടാമല്ലോ. മറ്റതൊക്കെ നോയമ്പ് പ്രമാണിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നതൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഡോണങ്കയുടെ കൂടെ പാച്ചു ഗേറ്റ് വരെ പോയി. പക്ഷേ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടോ, ഇവരൊക്കെ പോകുമ്പോൾ കരയാണ്ട് നിന്നു. പക്ഷേ ഇന്ന് ഡോണങ്ക പോയപ്പോൾ ഒരു 1-1.5 കരച്ചിലായിരുന്നു. അവൻ്റെ കരച്ചിലെന്ന് പറഞ്ഞാൽ ബഹളം വെച്ച് കരയില്ല, വെറുതെ എണ്ണിപ്പറക്കി കരയുക ചെയ്യുക. അപ്പോൾ ഞാൻ അവനെ കളിയാക്കും, ഇതെന്ത് സ്വഭാവമാണ്, ചില വീടുകളിലേക്ക് പോകുമ്പോൾ മരിച്ച വീട്ടിൽ എണ്ണിപ്പറക്കി കരയണ പോലെയാണല്ലോ നീ കരയണേന്ന് പറയും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മ വേണ്ട, എനിക്ക് ഡോണങ്കയുടെ കൂടെ പോകണം, ഡോണങ്ക എന്നൊന്നും പറയില്ല, ഡോൺ എന്നാണ്, ഡോണിൻ്റെ കൂടെ പോകണം, ഡോണിനെ വാങ്ങിക്ക്, ഡോണിനെ വരുത്ത്, അങ്ങനെ എന്താ പറയുക, കുറേ നേരം നിന്ന് മൂളിയിട്ടോ. അപ്പോൾ ഞാൻ അവസാനം ചെന്ന് ചോദിച്ചു, എന്താ സംഭവം ചോദിച്ചു. കുറച്ച് നേരം ഗേറ്റൊക്കെ നിന്ന് കുലുക്കി ഡോൺ വരില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ ഇങ്ങോട്ട് പോന്നു മൂപ്പര്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ലുലുവിലേക്ക് കൊണ്ടുപോയി, അതിൻ്റെ മുമ്പ് ബേക്കറിയിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയതുകൊണ്ടായിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് പോന്ന് ബാക്കിൽ വന്ന് നിന്ന് കരച്ചിൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ കരയണേന്ന് ചോദിച്ചപ്പോൾ ഡോണിനെ വേണം, ഡോണിനെ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നാൽ ഒരു കാര്യം കാശ് കൊടുത്ത് വാങ്ങിക്കോ ഡോണിനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അവൻ്റെ കരച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ മൂളുള്ളൂ, ഒന്ന് മൂളിയിട്ട് നിൽക്കുള്ളൂ, അലർച്ചയും ബഹളമൊന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞത് ഞാനൊന്നും അല്ല എന്നുള്ള മട്ടിൽ മൂപ്പര് കയറി വന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തപ്പോൾ അരിപ്പൊടി ഞാൻ ഇന്നലെ പൊട്ടിച്ചിട്ടപ്പോൾ കുറച്ച് പഴയ ഒരു പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കയ്യോടെ മറ്റേ എന്തിനെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വെച്ചു 2 കിണ്ണത്തപ്പം ഉണ്ടാക്കാം. മറ്റേ നാളികേരം ചിരകിയതുകൊണ്ട് ഇന്നലെ രാത്രി എനിക്ക് മുട്ടയിലേക്ക് ഡാഡി ചിരകി തന്നില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ വേഗം എടുത്തപ്പോൾ വേറെ ഒന്നുമില്ല, അരിപ്പൊടി, അതുപോലെ നമ്മളുടെ അപ്പോൾ അരിപ്പൊടി, പിന്നെ പഞ്ചസാര, ഏലക്കായ, ഉപ്പ്, ഇത് കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചു കേട്ടോ. നന്നായി മിക്സിയിലൊന്ന് അടിച്ച്, അപ്പോൾ അത് ആ പൊടിയൊക്കെ ഒന്ന് ആയതിന് ശേഷം കുറച്ച് നാളികേരപ്പാലൊഴിച്ച് ഒരു തുണ്ടുപ്പിട്ട് നന്നായി അടിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ജീരകമൊക്കെ ഇട്ടത്. അപ്പോൾ ആ അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് ഞാൻ ഇന്നും എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള മുന്തിരി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ആ ഒരു വലിയ ബോക്സ് നിറച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് കുറച്ച് ഫ്രഷ് ജ്യൂസ് അടിച്ചു. മറ്റേത് എന്താ പറയുക, ബോൾ ഗ്രേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. വളരെ സിമ്പിൾ സംഭവമാണ്, ഒന്നുമില്ല, വെറുതെ മറ്റേത് ഫ്രഷ് ജ്യൂസ് അടിച്ച് അവിടെ വെച്ചുവിട്ടാ. ഡിംപിൾ അതാണ് കുടിക്കുക. അപ്പോൾ അത് അരിച്ച് വെച്ചു. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അരിച്ചെടുക്കാൻ വലിയ പാടാട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കേടാവില്ലേ, നമ്മൾ മറ്റേ കാറ്ററിംഗുകാർ ചെയ്യില്ലേ, ആ സംഭവമാണിത്. വേറെ ഒന്നുമില്ല, നമ്മൾ മറ്റേത് നല്ലോണം വെട്ടി തിളപ്പിക്കുക, നല്ലോണം കഴുകിയതിന് ശേഷം വെട്ടി തിളപ്പിച്ചിട്ട് ആദ്യം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ വരുമ്പോൾ കുറച്ച് നമ്മൾ എടുക്കുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മുകളിൽ ഗാർണിഷ് ചെയ്യാൻ തന്നെ. ബോൾ ഗ്രേപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷെ ഞാൻ വളരെ പേരിന് എടുക്കുള്ളൂ, കാരണം ഇവിടെ ഞാനും ഡോണാണ് ഇത് ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ ബാക്കിയുള്ളത് നല്ലോണം വെട്ടി തിളപ്പിച്ച് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു, കാരണം അത് ചൂടാറാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇപ്പോൾ അത് ശരിക്കും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ജീരകം ഇട്ടിട്ട് നന്നായി ഇളക്കി അത് നമ്മുടെ കിണ്ണത്തപ്പം 2 കിണ്ണത്തപ്പത്തിനുള്ളതുണ്ടായിരുന്നു, അത് ഞാൻ കോരി വെച്ചു. അപ്പോൾ കുറച്ച് ബട്ടറാണ് കേട്ടോ തൂക്കിയേക്കണേ, അതാണ് സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അപ്പാപ്പൻ ദേ വന്നു പാലും കൊണ്ട്. അപ്പോൾ പാച്ചുവിൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാച്ചു അതിങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നു കേട്ടോ പാല്. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഞാൻ വേഗം നമ്മുടെ അലുവ കൊണ്ടുവന്നത് കഴിഞ്ഞു. അപ്പോൾ ചെറിയ 2 പീസുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വലിയൊരു പാത്രം വെക്കേണ്ടല്ലോ വെച്ചിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ പകർത്തി വെക്കുന്ന ആളാണ്. അപ്പോൾ ഞാനത് വേഗം പകർത്തി വെച്ചു. അപ്പോൾ ആ പാത്രം അങ്ങോട്ട് ഒഴിവാക്കി. അങ്ങനെ നിന്നപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ട നേരമായി. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തുട്ടാണ് പിന്നെ ഉണ്ടായിരുന്നു, സാമ്പാറല്ല ചെറുപയർ ഉപ്പേരി, അത് ബാക്കിയുണ്ടായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു.
പിന്നെ മുട്ടയും പൊരിച്ച് ഞങ്ങൾ പപ്പടവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ശരിക്കും പുറം പണിക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് മാത്രം. ഞാനിങ്ങനെ കുറേ ചെറിയ പണികളുണ്ടായിരുന്നു, അതായത് കുട്ടികളില്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റിയ പണികൾ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ലോണം മോശമായി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചാക്കോച്ചൻ ഒന്ന് നീങ്ങി പാച്ചും ചാക്കോച്ചനും പോയിട്ടാണ് ഇത് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, പാച്ചു കൂടിയുണ്ട്, ചാക്കോച്ചൻ ഇല്ലാത്ത കാരണം നമ്മൾ വേഗം ഈ സംഭവം ചെയ്തു. അപ്പോൾ തൽക്കാലം ഡാഡി തന്നെയാണ് ചെയ്തത്. പിന്നീട് മറ്റേ എന്താ പറയുക, ഡിസൈൻ ചെയ്തിട്ടുള്ള പണിയാണ് ഇതുമ്മേ. എനിക്ക് അതിൻ്റെ പ്രത്യേകിച്ചുള്ള പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഇങ്ങനെ ഒരു സംഭവം ചെയ്യും, കാരണം ഭയങ്കര മോശമായി തുടങ്ങി. അപ്പോൾ ഫുൾ മറ്റേ ഇത് മാത്രം അടിച്ചു, ഫ്രെയിം മാത്രം അടിച്ചു, ഉള്ളിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ജനലേമ അതെ കുറേ ഇങ്ങനെ എന്താ പറയുക കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ പെയിൻറ്റ് ഇങ്ങനെ വിട്ട് അടർന്ന് പോയിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു തൽക്കാലം അതും കൂടി ഒന്ന് വെറുതെ ഒന്ന് ആക്കിക്കോ. സംഭവം കാണുമ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ ഭയങ്കര വൃത്തികേടാണ്, പക്ഷേ വെള്ളം ഇങ്ങനെ ഉദിച്ച് നിൽക്കണേക്കാളും നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗേറ്റ്, അപ്പോൾ ഈ ഗേറ്റും ഈ പറഞ്ഞ പോലെ ശരിക്ക് എനിക്ക് തോന്നുന്നു ചാക്കോച്ചനെ പ്രസവിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരു 1.5 വർഷമായിട്ടുണ്ടാവും എന്ത് തന്നെയായാലും ഈ ഗേറ്റ് വെച്ചിട്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് ഷാജിയാശ്ശേരി വന്നപ്പോൾ പറഞ്ഞു എനിക്ക് നാണാവാം, നിങ്ങൾ ഇതുവരെ ഈ ഗേറ്റ് പെയിൻ്റ് അടിച്ചില്ലേ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റിയിട്ടില്ലടാ, കാരണം ചാക്കോച്ചനെ ഒട്ടും പറ്റില്ല, പെയിൻറ്റിൻ്റെ മണം പിന്നെ ചന്ദനത്തിരിയുടെ മണം അങ്ങനത്തെ ഒന്നും അവന് പറ്റില്ല, ശ്വാസം മുട്ടും. അപ്പോൾ അതുകൊണ്ട് അവനുള്ള സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കും. പിന്നെ എനിക്ക് തോന്നുന്നു പെർഫ്യൂം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഗേറ്റും കൂടി പെയിൻറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയും കൂടി കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള പെയിൻറ്റിങ് അല്ല, ഒരു തട്ടിക്കൂട്ട് പെയിൻറ്റിങ് എന്ന് തന്നെ പറയാം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെ അമ്മേനെയും മോനെയും പുറത്താക്കിയേക്കായിരുന്നു കേട്ടോ, അകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ 2 പേരെയും പുറത്താക്കിയേക്കായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡി ഇതുപോലെ കാര്യങ്ങൾ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ കുറേ കാര്യങ്ങളുള്ളതാണ്, ഡാഡി പുറത്ത് പോയപ്പോൾ ഞാൻ വേഗം കുറച്ച് നേരം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കിടന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഇന്നുമായിട്ട് പണികൾ കണ്ടാൽ ഒന്നുമില്ല, പക്ഷേ ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾ വരണതിന് മുമ്പ് ധൃതി പിടിച്ചതൊക്കെ അവസാനിപ്പിക്കണം എന്ന് ഒരു വാശിയിൽ നിൽക്കുക. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം ആകുമ്പോഴേക്കും എൻ്റെ ഗ്യാസൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇന്നും രാത്രി ആയപ്പോഴേക്കും ശരിക്കും എനിക്ക് എന്താ പറയുക, എനിക്ക് കണ്ണൊക്കെ അടഞ്ഞു തുടങ്ങി, എനിക്ക് പറ്റാണ്ടായി തുടങ്ങി. അപ്പോൾ പിള്ളേരും ഡിംപിളും ഡാഡിയും പറയുന്നുണ്ട് മമ്മിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്താൽ പോലെ എന്തിനാ ഒറ്റ ശ്വാസത്തുമ്പോൾ ഒക്കെ ചെയ്യണേന്ന്. എന്തോ കുട്ടികളില്ലെങ്കിൽ ഞാൻ വേഗം ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ നമ്മുടെ ട്വിക്സീന് എടുത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ കയ്യിലുള്ള പാവയുണ്ടല്ലോ, ഇത് നമ്മളുടെ ഡിംപിളിൻ്റെ 10 വയസ്സിൻ്റെ ബർത്ത്ഡേയുടെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഡിംപിളിൻ്റെ 10 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഡോക്ടർ ലൈസയുണ്ട്, SP ഫോർട്ടിൽ ഡോക്ടർ ലൈസയും ഡോക്ടർ അരുണും അവർ 10 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുള്ള ട്വിക്സിയാണ് കേട്ടോ. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിൾ ഇത് താഴെ വയ്ക്കില്ല, എപ്പോഴും ഇത് കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അത് ഇന്ന് ഞാൻ വെറുതെ പാച്ചുവിന് കൊണ്ടു കൊടുത്തതാണ്. ഇവൻ ഒറ്റയ്ക്കല്ലേ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് ഇവന് തോമൂൻ്റെ പോലെ വണ്ടിയോട് വലിയ പ്രാന്തില്ല, വണ്ടി ഇങ്ങനെ ഉരുട്ടി കളിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇവനിങ്ങനെ എന്താ പറയുക വർത്താനം പറയുകയും കൂടി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഇവളെ ഒന്ന് കൊണ്ടു കൊടുത്തതാണ്. കൊടുത്ത വഴിക്ക് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനെ ഉറക്കൽ, അതിന് പാട്ട് പാടി കൊടുക്കൽ, അതിനോട് വർത്താനം പറയൽ. അപ്പോൾ എനിക്കും തോന്നി നല്ലതാണ്, കാരണം വർത്താനം പറഞ്ഞ് അതിനോട് സംസാരിച്ച് വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ആവില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി മൂപ്പർക്ക്. ഡിംപിളൊന്നും ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ അവൻ പാവക്കുട്ടിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കളിക്കും എന്നുള്ളത് കേട്ടോ. എനിക്ക് വെറുതെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിനോടുള്ള വർത്താനമാണ്. ഈ പാല് കുടിച്ചോ, ഡോക്ടറായിട്ട് നിൽക്കുക, എന്താ പറയുക ഭയങ്കര സംസാരം. അപ്പോൾ ഞാൻ ലൈസയ്ക്ക് ഇത് ഈ വീഡിയോ കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അന്ന് 21 വർഷത്തിന് ശേഷമാണ്, 21 വർഷമായി ആ പാവാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ സന്ധ്യയായി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളും ഡാഡിയും മോനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ കുറച്ച് ടൗണിലൊക്കെ ഒന്ന് കണ്ടോട്ടെ, ഹൈ റോഡിൽ ഫുൾ ലൈറ്റും കാര്യങ്ങളാണ്. അപ്പോൾ പാച്ചുവിന് അമ്മയുടെ വക ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പോയി. അവിടെയാണെന്ന് വെച്ചാൽ തോമൂനെയും കൊണ്ട് ഡിവൈനും പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരങ്ങോട്ട് പോയി, ഡാഡിയും പിള്ളേരും അങ്ങോട്ട് നല്ലോണം ലേറ്റായിട്ടാട്ടോ പോയത്. നല്ലോണം
ഇരുട്ടായിട്ടാണ് അവർ പോയത്. അപ്പോൾ ആ പോയി കഴിഞ്ഞിട്ട് ഡോണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോൺ ഇന്നൊരു ഫിലിമിന് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം നമ്മുടെ പിള്ളേർസ് വന്ന് ബാക്കിൽ വന്ന് സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇന്ന് ഞാൻ പാല് കൊടുത്തിട്ടില്ല അവർക്ക്. അപ്പോൾ വിശപ്പ് ഇത്തിരി കൂടുതൽ കാണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ എന്താ പറയുക അവിടെ വന്ന് കാവല. അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വാതിൽ പതുക്കെ അടച്ചിട്ട് അകത്തേക്ക് പോവാം, ഡോൺ ചേട്ടൻ വരുമ്പോൾ തുറന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ പിള്ളേർസിൻ്റെ അടുത്ത് പോയി. അവർക്ക് 3 പേർക്ക്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വശത്തേക്ക് അധികം അഴിച്ചിടില്ല. കാരണം 2 വശത്തും കിടന്ന് ഇതാവണ്ട വെച്ചിട്ട് മറ്റേ സൈഡിലാന്ന് വെച്ചാൽ സാധനങ്ങൾ അടക്കി വെച്ച കാരണം എന്തെങ്കിലും ഒന്ന് വന്നിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് ഇപ്പോൾ അവരെ തുറന്ന് വിട്ടേക്കണത്. അപ്പോൾ അതേ പാച്ചുട്ടൻ പോകുമ്പോൾ ഉറക്കി കെടുത്തി പോയേക്കണത്. തലോണയൊക്കെ തട വെച്ചിട്ട് വീഴും എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ വീഴും, പാവ വീഴും, എന്തോ ഒരു പേര് വിളിച്ചല്ലോ, റോമ ചേച്ചി വീഴും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അദ്ദേഹം 6:45 ഇന്ന് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാനിട്ടു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ മുട്ട കൊണ്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് ഈ സമയത്ത് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് കഴിക്കാറുണ്ട്. അങ്ങനെ ഡോൺ വന്നപ്പോൾ ഞങ്ങളിതേ വൈകുന്നേരത്തെ വിളിക്കുകയാണ്. കാരണം ഡോൺ സിനിമയ്ക്ക് പോകണം. അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് വരുമ്പോൾ പിന്നെ ആ നേരത്ത് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരില്ല, ഞാനും ഡോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും തോമു ഉഷാറായി. തോമു ലുലു മാളിൽ പോയ വിശേഷങ്ങൾ പറയുകയാണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഞാൻ വരുമ്പോൾ ചിക്കൻ വാങ്ങിത്തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നുള്ള ആഘോഷമാണ്. അപ്പോൾ ചാക്കോച്ചനുണ്ടായിരുന്നു. ചാക്കോച്ചൻ വന്ന് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചുണ്ട് വിതുമ്പി കരഞ്ഞു തുടങ്ങി. അപ്പം പിന്നെ അവനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഡിവൈനും തോമും കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഡോൺ പോയി പിന്നാലെ ഡിമ്പിളും കൊച്ചും ഡാഡിയും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുള്ളൂ, ഫ്രണ്ട്സ് വന്ന് അവനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ പർച്ചേസിങ്ങിന് പോയി, ഹൈ റോഡിലേക്ക് പർച്ചേസിങ്ങിന് പോയവരെത്തി. അപ്പോൾ അപ്പാപ്പനും മോനും കൂടി പോയിട്ട് വാങ്ങിയത് അത്ര ഈ കണ്ണാടിയും തൊപ്പിയും. അപ്പോൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ടോയ് ഷോപ്പിലേക്ക്. കാരണം ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഉള്ളിൽ കുട്ടീനെയും കൊണ്ട് നമ്മൾ സ്വതവേ പോവാറില്ല. അപ്പോൾ അവനെയും കൊണ്ട് അപ്പാപ്പനെ അങ്ങനെ മാറി നടക്കുമ്പോൾ കണ്ടതാ അത്ര ഈ മറ്റേ കണ്ണാടിയും ഈ പീപ്പിയും. അപ്പോൾ അവന് എന്താ പറയുക, അവന് അങ്ങനെ വലിയ ഇന്ന സാധനം വേണമെന്ന് അങ്ങനെയുള്ള ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്നാലും കണ്ട ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ഡിമ്പിൾ വാങ്ങി. മുനമ്പത്തേക്ക് പോകുമ്പോൾ അവിടെയും പോയിട്ട് കളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അവനെ ഓരോന്ന് പറഞ്ഞും ചെയ്തൊക്കെ തുടങ്ങി. അപ്പോൾ അപ്പാപ്പൻ ഇതേ കണ്ണാട വെച്ചിട്ട് മോനെ കളിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തോമു ഇപ്പോൾ ഇതിൽ വീഡിയോ കൂടെ കാണുന്നുണ്ടാവും. കണ്ണാടയും ബോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് കളിക്കണം, കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് ഇതൊക്കെ. അങ്ങനെ ട്വിക്സിക്ക് കൂടെ ഒരു അനിയത്തി കുട്ടീനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവന് എനിക്ക് തോന്നുന്നു പാവകളോട് വലിയ ഇഷ്ടമായും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി വന്നപ്പോഴാണ് ഡോക്ടർ സെറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഡിവൈനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിവൈൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഡോക്ടർ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു സംഭവം കണ്ടു ഞാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ പണികൾക്ക് വേണ്ടി അപ്പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡോക്ടർ സെറ്റ് കാണുന്നത്. ബാഗ് അടക്കമുള്ളത് അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊക്കെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടത് കേട്ടോ. അങ്ങനെ ഇത് നോക്കി ഇവിടെ കുട്ടികളുടെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അതും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടറാന്ന് തോന്നുന്നുണ്ട്. കാരണം കമ്പ്യൂട്ടർ കാണാനുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. ശരിക്കും തുറന്നപ്പോഴാണ് ഇത്രയും ചപ്പ് ചവറ് പോലെ കുഞ്ഞു നിറച്ച് സാധനങ്ങളുണ്ടെന്ന് കണ്ടത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികൾക്ക് പോയി. എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ രാവിലെ നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിച്ചിട്ട് പിന്നെ ബോൾ ഗ്രേപ്പ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അരിക്കുക എന്നുള്ളത് ശരിക്കും ഒരു വലിയൊരു പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അരിക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയാലേ നമുക്കത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇടയ്ക്ക് പോയി ഇടയ്ക്കൊന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴാണ് ഈ വക സാധനങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും നോക്കിയപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവനിങ്ങനത്തെയാണ് ഇഷ്ടം. തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കാറുകളാണ്, പലതരം കാറുകൾ. അവനറിയാത്ത കാറുകളുടെ പേരില്ല. എല്ലാതും നമ്മൾ വിശ്വസിക്കില്ല. അവന് ഇപ്പം 4 വയസ്സാവാൻ പോകണുള്ളൂ. പക്ഷേ
ഒരുവിധം എല്ലാ വണ്ടികളുടെ കാര്യങ്ങളും അതിൻ്റെ ഓരോ എംബ്ലവും കാര്യങ്ങളും കണ്ടവൻ ഇന്നതെന്ന് പറയും. എനിക്ക് സത്യം പറഞ്ഞ് ഇപ്പോഴും എൻ്റെ കാറ് പോലും എനിക്ക് തിരിച്ചറിയില്ല. ഞാൻ വെള്ള കളറുണ്ടോ എന്ന് നോക്കും, അതിൽ കയറാൻ നോക്കുമ്പോൾ ചില സമയത്ത് അവൻ പറയും, അമ്മമ്മ ഇത് നമ്മുടെ കാറല്ല, നമ്മുടെ കാർ ഇതേ അതല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും കുറച്ചും കൂടി കഴിയുമ്പോൾ നാണക്കേടാണ് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് വരെ. ഞാനങ്ങനെ പണ്ട് മാത്തപ്പാപ്പൻ പറയായിരുന്നു, സ്വന്തം വണ്ടിയുടെ നമ്പർ അറിയോ ഡോളിക്കേന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേലേക്ക് നോക്കും. കാരണം ഞാൻ അങ്ങനെ ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എൻ്റെ വണ്ടിയുടെ നമ്പർ എനിക്കറിയില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നിനോടുള്ള ഇൻട്രസ്റ്റാണ്. എനിക്കെന്തോ പണ്ട് തൊട്ടേ അങ്ങനെ വണ്ടിയുടെ നമ്പർ നോക്കുക അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആകെ നോക്കും ഫ്രണ്ടിൽ ഡോൺ ഡിമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ടോ ഡ്രീംസ് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. അത്രേ എൻ്റെ അടയാളം ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. പിന്നെ വെറുതെ പത്രാസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് എന്തോ അതിനോട് എനിക്ക് അറിയില്ല. അങ്ങനെ ദേ പാച്ചു ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തു തുടങ്ങിയവൻ. ഗിവ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് എനിക്ക് തരും, ഡാഡിക്ക് തരും, മണി വാങ്ങിക്കും, അതിൻ്റെ ഉള്ളിലിടും. അപ്പോൾ അത് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളതാ കമ്പ്യൂട്ടർ ഉണ്ട് അവിടെ. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ കണക്ക് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യും, അടിയിൽ കൗണ്ടറിൽ നിന്ന് മണി എടുക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഒരു സെറ്റ്, കൊള്ളാം. അപ്പോൾ മറ്റേ ലോലിപോപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ ഇതാണ് ആ സെറ്റ് കേട്ടോ. അപ്പോൾ അതും എഴുതിയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലത്തെ പോലെ തന്നെ പല ഐറ്റംസ് അവിടെ ഉണ്ട്. എന്നാൽ എന്താ പറയുക ബേക്കറി സാധനങ്ങൾ അധിക ഭാഗം കാണുന്നത് തിന്നുന്ന സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല, ഞാനിട്ട് തിരിച്ച് നോക്കിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫുള്ള് അരിച്ചു. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, വേവിച്ചിട്ട് അടിക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ കുരു മാറി നിൽക്കും. കണ്ടു ഇങ്ങനെ കുരു ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ ഞാൻ ആദ്യം ഈ 2 ബൗളിൽ നിറച്ചിട്ടുണ്ടായിരുന്നു, ഈ സെറ്റ് കേർഡിൻ്റെയും ഈ 1 ലിറ്ററിൻ്റെയിലും നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഒരേ ഗ്ലാസ് ജ്യൂസ് എടുത്തു, അത് കഴിച്ച് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇതുണ്ടല്ലോ പഞ്ചസാര പൊടിക്കും. ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ട് പൊടിയാണ് ഇതിനകത്ത് ഇടുക. അതുപോലെ ഈ ബോൾ ഗ്രേപ്സ് ഉണ്ടല്ലോ ആദ്യം വേവിച്ചെടുത്തതിലത്തെ അതെടുത്ത് ഞാൻ ഈ കുപ്പിയിലേക്ക് കുറേശ്ശെ ഇട്ട് അത് അങ്ങോട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. വലിയൊരു പണിയാണ് അത് കേട്ടോ. സംഭവം കുടിക്കാൻ നല്ല രസമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. പക്ഷേ ഈ അരിച്ച് കുപ്പിയിലാക്കുന്ന പണി കുറച്ച് മെനക്കെട്ടതാണ്. പിന്നെ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും അരിച്ച് എടുക്കേണ്ടി വരണേ. പിന്നെ എങ്ങനെ അരിച്ച് വന്നാലും അടിയിൽ തരി താഴെ കെടുക്കും കേട്ടോ, മുകളിൽ അങ്ങനെ കെടുക്കില്ല. എന്നാലും ഇത്തിരി മെനക്കെടന്നെ. കുറേ പണികളുടെ ഇടയിൽ ഈ ഒരു പണി എടുക്കുമ്പോൾ ഇത്തിരി മെനക്കെടാം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇനിയിപ്പോൾ ഡോൺ ഉണ്ടാവില്ല, ഞാനും ഡിമ്പിളും ഡാഡിയും ഉള്ളൂ. ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് കിണ്ണത്തപ്പൊക്കെ തിന്നപ്പോൾ വയറൊരുവിധം ആയിട്ടുണ്ട്. എന്നാലും ചോറ് തന്നെ ഉണ്ണണ്ടേ. അപ്പോൾ ഇനി ചപ്പാത്തി ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. ഉച്ചയിലത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പുളി പിഴിഞ്ഞത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റേ പുളിരസം എന്നും പറയും, പാലക്കാട്ട് അവിടെ എന്താ മിളക് വറുത്ത പുളി എന്നും പറയും. അപ്പോൾ ഇത് ഞാൻ പുളിരസം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അധിക ഭാഗം യൂട്യൂബൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഓരോന്നുണ്ടാക്കുക. എനിക്കിങ്ങനെ വായിച്ചിട്ട് കൊള്ളാമെന്ന് തോന്നി അപ്പം ഞാൻ ഉണ്ടാക്കും. ഇത് പുളിരസം എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് മറ്റേ പച്ചമുളക്, കുഞ്ഞുള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ എന്തുട്ടായിരുന്നു ചുവന്ന മുളക്. അപ്പോൾ ശരിക്കും മുറ പോലെ ഇടണം കേട്ടോ. ഇത് കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്ന മുളകും വേപ്പില ഇടുക, അത് കഴിഞ്ഞ് ചുവന്നുള്ളി ഇടുക, അത് കഴിഞ്ഞ് പച്ചമുളക് ഇടുക. ഞാനിതെല്ലാം കൂടിയിട്ട് എനിക്ക് ആകെ ഒരു തുണ്ട വേണ്ടു. അപ്പോൾ ഞാൻ അത് ഓരോന്ന് ഇടണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുകയും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നിച്ചിട്ടു എന്നുള്ളൂ കേട്ടോ. ഇതങ്ങോട്ട് വറക്കുമ്പോൾ ഒരു മണം വരും, ഭയങ്കര മണമാണ് അത്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഒരിടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ് കേട്ടത്. അങ്ങനെ ഇത്രയും ഉരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ പുളിവെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. പിന്നെ കായപ്പൊടി ഓപ്ഷണലാണ്, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ടാന്ന്. അപ്പോൾ അവരിട്ട കാരണം ഞാനും ഇട്ടു. കാരണം എന്തെങ്കിലും ഒരു ഫ്ലേവർ ഉണ്ടാവാണ്ട് അവരങ്ങനെ അത് പറയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒരു തുണ്ട് കായപ്പൊടി ഇട്ടു. എന്താ പറയുക, വളരെ കുറച്ച്, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം തോരണ്ടെന്ന്. എന്നിട്ടും ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ ചാറ് ബാക്കി വന്നു, കുറച്ച് ചോറും ബാക്കി വന്നു. അത് ഞാൻ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. നാളെ നമ്മുടെ പിള്ളേർസിന് കൊടുക്കാനായിട്ട്, പട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഇത്ര കുറവ് മതിയാവുമോ എന്ന് ചോദിക്കും. ഇതിൽ നിന്നും ബാക്കി വന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നല്ല ചൊടിയുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ചൂടുള്ള ചാറും ഒരു പപ്പടവും, ഞാൻ മുട്ട പൊരിക്കുകയാണ് ചെയ്തത്, നാളികേരമൊക്കെ ഇട്ട് കുത്തി പൊരിക്കുകയാണ് ചെയ്തത്.
അതും കൂടി കൂട്ടിയപ്പോൾ നല്ല ചൊടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്ക് അച്ചാറും കൂടി എടുത്തു. മറ്റേ നമുക്ക് മറ്റേ പാർസൽ വരുമ്പോൾ അതിൽ ഈ തോളൂറിൻ്റെ അച്ചാർ പാക്കറ്റ് തന്നയക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ഈ ഒരു പുളിച്ചാറും പിന്നെ നമ്മുടെ ഈ മുട്ട പൊരിച്ചതും പിന്നെ നമ്മളുടെ ഒരു പപ്പടം ഉണ്ടായ സുഖമായിട്ട് നല്ല ചൂടുള്ള ചോറ് കഴിക്കാം കേട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും നേരത്തോടെ ഫുഡൊക്കെ കഴിച്ച്, നേരത്തോടെയൊന്നുമില്ല എന്നാലും വലിയ വൈകിട്ടൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മുട്ട കണ്ടോ നല്ല ചൊകച്ചൊകാന്നിരിക്കണ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരാൾ കാവലിരിക്കുക, എന്താണ് മമ്മി വരാത്തേന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വേഗം അവർക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ നേരത്തോടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ കുറച്ച് നേരത്തെയാണ് ഞാൻ ഇപ്പുറത്തേക്ക് തുറന്ന് വിട്ടത്. അപ്പോൾ വീണ്ടും ഞാൻ അപ്പുറത്തേക്ക് എന്നെ ആക്കി അടച്ചു. നമ്മളുടെ കിച്ചണിലത്തെ കണ്ടോ കബേർഡ് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് കണ്ടോ 4 ഭാഗവും പെയിൻറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി പതുക്കെ ജനലയും പിന്നെ ഇതിൻ്റെ കബേർഡുകളൊക്കെ പതുക്കെ തുറന്നിട്ടിട്ടുണ്ട്. കാരണം ഇനി ഒട്ടി പിടിക്കാനും ഒന്നും നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ പണി. നാളത്തെ ഇഷ്ടം പോലെ പണികൾ അവിടെ എടുക്കുന്നുണ്ട്. കാരണം എൻ്റെ പരിയപ്പുറം നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഫുൾ വലിച്ച് വാരിയിട്ടേക്കുക. കാരണം ഇവിടെ നിന്ന് ഒതുക്കാന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ നമ്മളുടെ ഇന്നലെ സുലു എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. കുറേ പേര് പറഞ്ഞു കേട്ടോ നന്നായിട്ടുണ്ട്, അതിൻ്റെ ഓരോന്നും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ ട്രഡീഷണൽ മാങ്ങാമാല, കുഞ്ഞ് മാങ്ങ കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഞാനത് ഇടുന്നു വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇഷ്ടം പോലെ കല്യാണങ്ങളും ആവശ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത് പേളിൻ്റെ, ഇത് രണ്ടും ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഈ പേൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നിലേക്കും ഒരു ലെയർ പേൾ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇറക്കുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്ക് ഇടാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഞാൻ എനിക്ക് വേണ്ടി മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുള്ളതാണ്. സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചതാണ്, പെട്ടിയിൽ വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ പറ്റിയെങ്കിലല്ല, നാളെ ഉണ്ണീശോനെയും കൊണ്ട് പോകണം. കുർബാനയ്ക്ക് പോകുമ്പോൾ ഉണ്ണീശോനെ വെഞ്ചരിക്കുന്ന ദിവസമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ ഉണ്ണീശോനെ കൊണ്ടുപോകണം. ഞാൻ വിചാരിച്ചു പുൽത്തകിടി കൊണ്ടുപോകണ്ട, കാരണം രണ്ടും കൂടി ഒന്നിച്ച് കൈ പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് വീണ് പൊട്ടാൻ നിൽക്കണ്ട. അപ്പം ഞാൻ ഡാഡിയോട് പറഞ്ഞു നാളെ പോകുമ്പോൾ നമുക്ക് അത് കൈ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം നാളെ പതിവ് പോലെ ഞായറാഴ്ചയാണ്. എല്ലാവരും എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഹൈലൈറ്റ് മാളിലേക്ക് പോരെ, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.